Good morning. Today we are going to discuss most economical trapezoidal channel. In our previous classes we have discussed the most economical rectangular channel. So what is meant by a most economic section? Most economic section is the section which gives maximum discharge for a given excavation. ഒരു ചാനലിന്റെ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷന് മാക്സിമം ഡിസ്ചാർജ് നൽകാൻ കഴിയണം. Here we are having trapezoidal section of a channel. ഇവിടെ trapezoidal ചാനലിന്റെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു trapezoidal ചാനൽ സെക്ഷന്റെ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ b ആണ്. ഡെപ്ത് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ചാനൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ d ആണ്. കൂടാതെ സൈഡ് സ്ലോപ്പ് ഈക്വൽ ടു n എന്നും തന്നിട്ടുണ്ട്. സൈഡ് സ്ലോപ്പ് നോക്കൂ, ഇവിടെ നമ്മുടെ ട്രപ്പീസോയിഡൽ ചാനൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡ് അല്ലേ. ഇതില് സ്ലോപ്പിംഗ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. അതുപോലെ ഇവിടെയും ഉണ്ട് സ്ലോപ്പിംഗ് സൈഡ് അല്ലേ. നമ്മൾ ഈ ഒരു ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും, സെൻട്രൽ ഒരു റെക്ടാങ്കിൾ കിട്ടും, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇവിടെ ഉള്ളിൽ കിട്ടുന്ന കറസ്പോണ്ടിങ് ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക അല്ലെ. സോ സൈഡ് സ്ലോപ്പ് ഈക്വൽ ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് n ന്റെ വാല്യൂ 1/2 എടുക്കുക. അതിലെ 1 എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആയിരിക്കും. 2 എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആയിരിക്കും. ചില ടെക്സ്റ്റ് ബുക്കിലെ സൈഡ് സ്ലോപ്പ് ഈക്വൽ ടു n ന് പകരം സൈഡ് സ്ലോപ്പ് ഈക്വൽ ടു 1/n എന്നും തരാറുണ്ട്. സോ സൈഡ് സ്ലോപ്പ് ഈക്വൽ ടു n എന്ന് തന്നു കഴിഞ്ഞാൽ n is equal to 1 ആയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. പകരം n is equal to ഏതെങ്കിലും ഭിന്നസംഖ്യയാണെങ്കിൽ 1/2, 1/3, 1/4 തുടങ്ങിയ ഭിന്നസംഖ്യകളാണെങ്കിൽ അതിലെ ഫസ്റ്റ് കമ്പോണന്റ് അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആയിരിക്കും. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, so we are having the expression for discharge Q is equal to area into velocity. Instead of velocity we can substitute C into root mi. Instead of m we can substitute A by P. M is equal to vetted area divided by vetted perimeter. Then we can write discharge Q is equal to A into C into root of A by P into I. നമ്മൾ മുമ്പൊരു വീഡിയോയില് മോസ്റ്റ് എക്കണോമിക് സെക്ഷന്റെ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഒരു സെക്ഷന് മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ ആവണമെങ്കിൽ അവിടെ മാക്സിമം ഡിസ്ചാർജ് ഉണ്ടായിരിക്കണം. മാക്സിമം ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? വെറ്റഡ് പെരിമീറ്റർ മിനിമം ആകുമ്പോഴാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ സെക്ഷന്റെ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഏരിയ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. Then what is the area of trapezoidal channel? നമ്മൾ ഓൾറെഡി മുമ്പ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തപ്പോൾ ട്രപ്പീസോയിഡൽ ചാനലിന്റെ ഏരിയ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, സോ നോക്കൂ, ഈ ഒരു ട്രപ്പീസോയിഡൽ ചാനലിനെ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ, സെൻട്രൽ ഒരു റെക്ടാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. സോ ഈ ഒരു ട്രപ്പീസോയിഡൽ ചാനലിന്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, so what's the rectangle area? We can write area is equal to b into d plus 2 times area of triangle. നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ. സോ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് വരിക? ഹാഫ് ഇൻറ്റു ബി എച്ച്. ബി എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് ദാറ്റ് ഈസ് NR. ഇവിടെ സൈഡ് സ്ലോപ്പ് n ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ND ആയിരിക്കും. നമ്മുടെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാലോ, ഡെപ്ത് ഓഫ് ചാനൽ അഥവാ ഡെപ്ത് ഓഫ് ഫ്ലോ d ആണ്. സോ ട്രയാങ്കിളിന്റെ ഏരിയ വരുന്നത് ഹാഫ് ഇൻറ്റു d ഇൻറ്റു ഈ ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ND അല്ലെ. അങ്ങനെ 2 ടൈംസ്, ദെൻ 2 ടൈംസ് ഹാഫ് ഇൻറ്റു d ഇൻറ്റു ND വിച്ച് ഈസ് ഈക്വൽ ടു BD പ്ലസ് ഇവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകുന്നു പ്ലസ് ND സ്ക്വയർ. From this we can take d outside. We are obtaining d into b plus nd. So we have obtained area is equal to d into b plus nd. We can write a by d is equal to b plus nd.
From this b is equal to a by d minus nd. അടുത്തതായിട്ട് നമുക്ക് ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കണം. വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്ലോപ്പിംഗ് സൈഡിന്റെ ലെങ്ത് കിട്ടണം. സോ ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലോപ്പിംഗ് സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് സ്ലോപ്പിംഗ് സൈഡ് is equal to root of nd whole square plus d square, which is equal to root of d square കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുന്നു, d square into n plus 1. റൂട്ട് d square എന്ന് പറയുമ്പോൾ d കിട്ടുന്നു into root of n square plus 1. സോ നമുക്ക് ലെങ്ത് ഓഫ് സ്ലോപ്പിംഗ് സൈഡ് കിട്ടിയിട്ടുണ്ട് d into root of n square plus 1. Then വെറ്റഡ് പെരിമീറ്റർ p is equal to എന്താണ് വരിക? ഈ ഒരു സൈഡ് ബേസ് വിഡ്ത്ത് പ്ലസ് ഈ സ്ലോപ്പിംഗ് സൈഡ് പ്ലസ് ഈ ഒരു സ്ലോപ്പിംഗ് സൈഡ് അല്ലേ, b plus 2 times sloping side, that is equal to b plus 2 into d into root of n square plus 1. നോക്കൂ, നമ്മളിവിടെ ബിക്ക് ഏരിയയിൽ നിന്ന് ഒരു എക്സ്പ്രഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അത് വെറ്റഡ് പെരിമീറ്ററിലെ ബിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then p is equal to ബിക്ക് പകരം a by d minus nd എന്ന് കൊടുക്കുന്നു plus 2d into root of n square plus 1. ഡിസ്ചാർജ് മാക്സിമം ആകണമെങ്കിൽ നമുക്ക് വെറ്റഡ് പെരിമീറ്റർ മിനിമം ആകണം. സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് അവർ വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് പെരിമീറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു 0 കൊടുക്കുന്നു. ഓക്കെ, സോ വെറ്റഡ് പെരിമീറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് a by d ആണുള്ളത്, a കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 1 by d എന്ന് പറഞ്ഞാൽ d raised to minus 1 ആണ്. d raised to minus 1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് d raised to minus 2 കിട്ടും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഇവിടെ n കോൺസ്റ്റന്റ് ആണ്. d by dd of d എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, പ്ലസ് 2 into root of n square plus 1 കോൺസ്റ്റന്റ് ആണ്. ബാക്കി d by dd of d എന്ന് പറഞ്ഞാൽ 1. നമ്മൾ ഇക്വേഷന് ഈക്വൽ ടു കൊടുക്കുന്നത് 0 ആണ്. ഓക്കെ, സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് മൈനസ് എ ഡി റേസ് ടു മൈനസ് 2 മൈനസ് എൻ പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ഈ രണ്ട് ടേമിലും മൈനസ് ഉണ്ട്. സോ നമ്മൾ ഈക്വൽ സൈനിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. then we are obtaining a d raised to minus 2 plus n is equal to 2 into root of n square plus 1. ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, b plus nd into d. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, b plus nd into d. d raised to minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 by d square. ആ 1 by d squareും ഇവിടെ കൊടുക്കുന്നു, പ്ലസ് n is equal to 2 into root of n square plus 1. ഇവിടെ ഒരു ഡിയും ഇതിലെ ഒരു ഡിയും കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി വരുന്നത് b plus nd by d പ്ലസ് ഇവിടെയുള്ള n which is equal to 2 into root of n square plus 1. ഇവിടെ നമ്മൾ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. b plus nd plus n into d whole divided by d is equal to 2 into root of n square plus 1. ഇവിടെ പ്ലസ് nd പ്ലസ് nd എന്നാണ്. സോ ഈ രണ്ട് ndയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2nd വരുന്നു. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഈ d യെ ഈ സൈഡിലോട്ടും കൊണ്ടുപോകുന്നു. then we are obtaining b plus 2nd by 2 is equal to d into root of n square plus 1. d into root of n square plus 1 എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അത് സ്ലോപ്പിംഗ് സൈഡിന്റെ ലെങ്ത് ആണ്. ഓക്കെ, b plus 2nd എന്ന് പറഞ്ഞാൽ എന്താണ്? b എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്, nd എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്, രണ്ട് nd ഉണ്ട്. സോ ഇവിടെ ഒരു ലെങ്ത്, അതായത് നമ്മുടെ ടോപ്പ് വിഡ്ത്ത് അല്ലേ വരുന്നത്, ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. സോ ടോപ്പ് വിഡ്ത്തിന്റെ ഹാഫ് ആണ് ഈ ഒരു ടേം, b plus 2nd by 2. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഹാഫ് ഓഫ് ടോപ്പ് വിഡ്ത്ത് is equal to ലെങ്ത് ഓഫ് സ്ലോപ്പിംഗ് സൈഡ് ആണ്. ഓക്കെ, ഇനി മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ രണ്ടാമത്തെ കണ്ടീഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഹൈഡ്രോളിക് മീൻ റേഡിയസ് കണ്ടുപിടിക്കുന്നു. ഹൈഡ്രോളിക് മീൻ റേഡിയസ് m is equal to വെറ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ, which is equal to ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, b plus nd into d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ p. വെറ്റഡ് പെരിമീറ്ററിന്റെ വാല്യൂ എന്തായിരുന്നു? b plus 2d into root of n square plus 1. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, which is equal to b plus nd into d divided by b അതുപോലെ ഇടുന്നു, plus
2 into d into root of n square plus 1 ന് പകരം നമുക്ക് b plus 2nd എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. b plus 2nd is equal to എന്താണ് വരിക? ഈ 2 നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 2 into d into root of n square plus 1 അല്ലേ. സോ നമ്മൾ ഈ ഒരു ടേമിന് പകരമായിട്ട് b plus 2nd എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. b plus nd into d divided by b plus b, 2b plus 2nd, which is equal to d into b plus nd divided by 2 നെ പുറത്തെടുക്കുന്നു b plus nd, which is equal to രണ്ടിലും b plus nd ഉണ്ട്, ക്യാൻസൽ ആയി പോകുന്നു. and we are obtaining d by 2. അതായത് ഒരു മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷന്റെ കേസിൽ വരുന്ന ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ചാനലിന്റെ ഹാഫ് ആയിരിക്കും. ഇറ്റ് ഈസ് അവർ സെക്കൻഡ് കണ്ടീഷൻ. Next, we are going to derive third condition of a most economical trapezoidal channel. For this purpose, let theta be the angle of the side of the trapezoidal channel to the horizontal. നോക്കൂ, ഈ ട്രപ്പിസോയിഡൽ ചാനലിന്റെ സൈഡ് ആണിത്. ഈ സൈഡ് ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് കൺസിഡർ ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വാട്ടർ ലൈനാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ലൈന്. ഇതിന്റെ സെന്റർ പോയിന്റ് ആയിട്ട് ഓയും കൺസിഡർ ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ ഒ എ എന്നുള്ള ഒരു പെർപെൻഡിക്കുലർ സ്ലോപ്പിംഗ് സൈഡിലോട്ട് വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ഒ എ ബി കൺസിഡർ ചെയ്യുന്നു. ഒ എ ബി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ആംഗിൾ തീറ്റ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു ആംഗിൾ തീറ്റ ആയിരിക്കും. ആൾട്ടർനേറ്റീവ് ആംഗിൾസ് പ്രകാരം അഥവാ എതിർ കോണുകൾ പ്രകാരം നമുക്ക് ഈ ഒരു ആംഗിളും തീറ്റ കിട്ടുന്നു. സോ ഈ ഒരു ആംഗിൾ നമുക്ക് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. സോ ഫ്രം ട്രയാങ്കിൾ ഒ എ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഒ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് ഒ ബി. ഒ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് ഒ ബിയുടെ ലെങ്ത് എന്തായിരിക്കും? ഒ ബി എന്ന് പറഞ്ഞാൽ എൻ ഡി എന്നുള്ള ലെങ്ത് വരുന്നുണ്ട്, ഈ ബേസ് വിഡ്ത്തിന്റെ ഹാഫും വരുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ബി ബൈ 2 പ്ലസ് എൻ ഡി ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് പുട്ട് ആസ് 1. നെക്സ്റ്റ് വി ക്യാൻ കൺസിഡർ ട്രയാങ്കിൾ ബി എൻ ആർ. അടുത്തതായിട്ട് ബി എൻ ആർ എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ എടുത്ത് നോക്കാം. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, ദാറ്റ് ഈസ് ബി എൻ ഡിവൈഡഡ് ബൈ ബി ആർ. ഓക്കെ, ബി എൻ എന്നുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ ഡിക്ക് ഈക്വൽ ആയിരിക്കും നമ്മുടെ ഡെപ്ത് ഓഫ് ചാനൽ ഓർ ഡെപ്ത് ഓഫ് ഫ്ലോ, ഡിവൈഡഡ് ബൈ ബി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ സ്ലോപ്പിംഗ് സൈഡ് ആണ്. സ്ലോപ്പിംഗ് സൈഡ് ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിരുന്നു, d into root of n square plus 1, and this expression is put as equation number 2. Then we have calculated two expression for sin theta. Then we can equate 1 and 2. Equating 1 and 2, OA divided by b by 2 plus nd is equal to d by d root of n square plus 1. From this we are obtaining OA is equal to D. ഇവിടെ നമ്മൾ സൈൻ തീറ്റയുടെ രണ്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു ഭിന്നസംഖ്യയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്കൊരു ഭിന്നസംഖ്യയാണ് അല്ലെ. സോ ഈ രണ്ട് ഭിന്നസംഖ്യയുടെയും ന്യൂമറേറ്ററുകൾ ഈക്വൽ ആയിരിക്കും, രണ്ട് ഭിന്നസംഖ്യകളുടെയും ഡിനോമിനേറ്ററും ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് OA is equal to D എന്ന് എഴുതാം. അതായത് നമ്മൾ വാട്ടർ ലൈനിന്റെ സെന്റർ പോയിന്റ് ആയിട്ടുള്ള ഓയിൽ നിന്ന് സ്ലോപ്പിംഗ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോക്ക് ഈക്വൽ ആയിരിക്കും അഥവാ ഡെപ്ത് ഓഫ് ചാനലിന്റെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓ സെന്റർ ആക്കി റേഡിയസ് ഡെപ്ത് ഓഫ് ഫ്ലോയും എടുത്ത് ഒരു സെമി സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷന്റെ 3 സൈഡ്സ് ഈ സെമി സർക്കിളിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നമ്മളൊരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സൈഡ് ബി ആർ എന്നുള്ള സൈഡ് ഈ സെമി സർക്കിളിന് ടാൻജൻഷ്യൽ അല്ലേ? അതുപോലെ നമ്മുടെ ബേസ് എടുത്ത് ഈ സെമി സർക്കിളിന് ടാൻജൻഷ്യൽ അല്ലേ? അതുപോലെ ഈ ഒരു സ്ലോപ്പിംഗ് സൈഡും ഈ സെമി സർക്കിളിന് ടാൻജൻഷ്യൽ അല്ലേ? So we can summarize the 3 conditions required for a most economical trapezoidal channel. First one is half of top width is equal to sloping side. Top width ന്റെ half എന്ന് പറയുന്നത് sloping side length ന് equal ആയിരിക്കും.
Second condition, hydraulic mean depth is equal to half of depth. Hydraulic mean depth എന്ന് പറയുന്നത് depth of flowയുടെ ഹാഫിന് ഈക്വൽ ആയിരിക്കും. Third condition, perpendiculars drawn from center of top width on the bottom and sloping sides are equal. ടോപ്പ് വിഡ്ത്തിന്റെ സെന്ററിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് OC എന്ന് പറയുന്ന പെർപെൻഡിക്കുലറും അതുപോലെ സൈഡ് സ്ലോപ്പിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് OA എന്ന് പറയുന്ന പെർപെൻഡിക്കുലറും, ഈ രണ്ട് പെർപെൻഡിക്കുലറും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ട് പെർപെൻഡിക്കുലറിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോക്ക് ഈക്വൽ ആയിരിക്കും. So in our today's section we have discussed the 3 conditions of most economical trapezoidal channel. I think you have cleared it. Okay, thank you.